പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയിരിക്കുന്നു. റോഡ് ഷോ ആരംഭിച്ചു. അദ്ദേഹം ശക്തന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ തവണയും കഴിഞ്ഞ തവണ അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ റോഡ് ഷോയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടുള്ള ഒരു റോഡ് ഷോയിലേക്കായിരുന്നു തുടക്കം കുറിച്ചത്. ഏത് രീതിയിലുള്ള സസ്പെൻസ് ആയിരിക്കും ഇത്തവണത്തെ റോഡ് ഷോയിൽ എന്ന് കൂടി ഉറ്റുനോക്കുക കൂടിയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തും. ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നാണ് റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നത്. തെക്കേ ഗോപുരനട, മണികണ്ഠനാൽ, നടുവിലാൽ എന്നിവിടങ്ങളിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അരമണിക്കൂറോളം റോഡ് ഷോ നീണ്ടു നിൽക്കും എന്നാണ് വിവരങ്ങൾ. നമുക്ക് നേരത്തെ അറിയാം, 7 ജില്ലകളിൽ നിന്നായിട്ടുള്ള പ്രവർത്തകർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ പേർ BJP പ്രവർത്തകരുടെ പങ്കാളിത്തം റോഡ് ഷോയിൽ ഉണ്ടാകും എന്നുള്ള അവകാശവാദം നേരത്തെ തന്നെ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. സ്വരാജ് റൗണ്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആവേശക്കടലായി മാറിയിരിക്കുകയായിരുന്നു തൃശൂർ. ജനങ്ങൾ റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച. BJP പ്രവർത്തകരുടെ വലിയ നിര തന്നെ നഗരത്തിൽ. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷയാണ് അദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള BJPയുടെ കിക്ക് ഓഫായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം എന്നതിൽ തർക്കമില്ല. ഇത്രയും വലിയ ജനപങ്കാളിത്തം ഉറപ്പിക്കാനായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആത്മവിശ്വാസമല്ല നൽകുക എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഉറ്റുനോക്കുന്നത് ലോക്സഭാ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായിരിക്കും പറയുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, BJP മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വെന്നിക്കൊടി പാറിക്കാൻ തയ്യാറെടുത്തപ്പോൾ ആദ്യം ഉപയോഗിച്ച അജണ്ട എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറായി ഇറക്കുക എന്നുള്ളതാണ്. അതേ നയം തന്നെയാണോ BJP കേരളത്തിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. രാഷ്ട്രീയമില്ല പ്രധാനമന്ത്രിയുടെ വരവിൽ എന്ന് പറയുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് 2024 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലമായ തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ആ രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുമ്പോൾ സമ്മേളന വേദിയിൽ സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ K. സുരേന്ദ്രനുമാണ് പ്രധാനമായും റോഡ് ഷോയിൽ നരേന്ദ്രമോദിക്കൊപ്പമുള്ളത്. വേദിയിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ ഇതാ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. പ്രധാനമന്ത്രിയുടെ 3ാം വരവാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം. 2024 എന്ന തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മറ്റ് രാഷ്ട്രീയ മുന്നണികൾ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം സംസ്ഥാന BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ BJP കേരളത്തിൽ കിക്ക് ഓഫ് കുറിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം കൂടിയായിരിക്കും സംസ്ഥാന BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ.
വനിതാ സംവരണ ബില്ലിന് ശേഷമുള്ള അനുമോദന സമ്മേളനമായി തന്നെയാണ് ഈ മഹിളാ സമ്മേളന വേദിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വനിതകൾ, സ്ത്രീ വോട്ടുകൾ വളരെ പ്രധാനമായിട്ട് BJP ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ത്യ ഒട്ടാകെ തന്നെ 2024 തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഏത് രീതിയിൽ വോട്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ BJPയുടെ ഉന്നതതല യോഗങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ്. ആ രീതിയിൽ വനിതാ സംവരണ ബില്ലിനു ശേഷം പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ സ്ത്രീകൾക്കായുള്ള എന്തെങ്കിലും പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സംവരണ ബില്ല് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഉൾക്കൊള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറയാത്ത മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം ഉപരി BJPയുടെ പലതവണ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസ്താവനയിലേക്ക് പ്രധാനമന്ത്രി കടക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, മഹിളാ സമ്മേളന വേദിയിൽ സംസാരിച്ചു തുടങ്ങിയ ശോഭാ സുരേന്ദ്രനടക്കം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ സ്ത്രീകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി അല്പസമയത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുക എന്ന് ഉറ്റുനോക്കുന്നു.